കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ തേടി കാത്തിരിക്കുമ്പോൾ മറ്റ് ക്ലബ്ബുകളുടെ ആരാധകർക്കെല്ലാം അവരുടെ സൈനിങ് വാർത്തകൾ ആഘോഷിക്കാനുള്ള നേരമാണിതെന്ന് പറയേണ്ടി വരും. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കൊണ്ടുവന്ന വിദേശ താരങ്ങൾ ആരും തന്നെ ഒട്ടും മോശമല്ല. നമ്മളേറെ പുച്ഛിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്ന സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവന്ന മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു ഫ്രഞ്ച് മിഡ്ഫീൽഡറായിട്ടുള്ള അലക്സാണ്ടർ കൊയേഫ് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലും പ്രതിരോധ നിരയിലെല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് പുറത്താക്കുന്നത് നമ്മൾ സംശയത്തോടുകൂടി നോക്കിക്കൊണ്ട് അതേ കൊയഫിനെ ഇപ്പോൾ തിരികെ കൊണ്ടുവരാൻ പോവുകയാണ്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്ന തോമസ് ഷോസ്, ഇപ്പം സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയുടെ പരിശീലകനായിട്ടുള്ള ഷോസ് ആണ് അദ്ദേഹത്തിന് ഇന്ത്യൻ മണ്ണിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമി ടീമിനെ, ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ താരങ്ങളെ മികച്ച താരങ്ങളായി വളർത്തിയെടുക്കുന്നതിൽ ഒരുപാട് പങ്കുവച്ച ഷോസിനെ പോലെ ഒരു പരിശീലകൻ വളരെ മികച്ച ഇമ്പാക്റ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഉണ്ടാക്കും. കൊയഫിനെ പോലെ പരിചിതരായിട്ടുള്ള താരങ്ങൾ അതിന് ഗുണം ചെയ്യും. ഒന്നിലധികം മികച്ച ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ ഇതിനോടകം തന്നെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിലേക്ക് കൊയഫ് കൂടി ചേരുമ്പോൾ അവരൊരു പവർ ഹൗസായി മാറും എന്നുള്ളത് തീർച്ച.